എന്ത് പറയുന്നു? ഞങ്ങൾ ഇവിടെ സുഖമായി അടിപൊളിയായിരിക്കുന്നു കേട്ടോ. എന്ത് പറയുന്നു? ഒന്ന് കുട്ടുവിന്റെ വകയായിരുന്നു അല്ലേ ക്ലീനിങ്. സോ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് അർജുൻ വരുന്നുണ്ട്. അർജുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാമൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അർജുൻ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ വി ആർ വെയിറ്റിംഗ് ഫോർ അർജുൻ. അപ്പോൾ ഞങ്ങളിവിടെ മക്കാനി മാളിൻ്റെ അടുത്ത് എന്താ പറയുക, ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. അവിടേക്ക് അർജുൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കും. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവിടേക്ക് പോയിട്ട് അവനെ പിക്ക് ചെയ്യും കേട്ടോ. ഞങ്ങൾ നടന്നു പോകും. കുട്ടും കുഞ്ഞനും കൂടെ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ പുഴുച്ചരക്കൻ സ്പൈഡർമാൻ. സോ ഇനി നമുക്ക് വൈകിക്കേണ്ട കേട്ടോ. സോ വൺസ് അഗൈൻ വെൽക്കം ടു അവർ ചാനൽ മോർഫോ ചാൻസ്. സോ അർജുൻ വന്നിട്ടുണ്ട്. ഞാൻ ദേ ഇപ്പോൾ ഇറങ്ങാണ് കേട്ടോ. ഇതാ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാണ്. കുട്ടുക ചെരുപ്പ് ഷൂ ഇട്ടുകൊണ്ടിരിക്കുന്നു. സോ എങ്ങനെയാണ്? യെസ്, വെരി ഗുഡ്. കുട്ടു ഷൂ ഇടാൻ പഠിച്ചു കേട്ടോ. സോ ഞങ്ങൾ ഇവിടെ ലോക്ക് ചെയ്തിട്ട് മക്കാനി മാളിലേക്ക് പോവാണ് കേട്ടോ. മക്കാനി മാളിൻ്റെ ഫ്രണ്ടിലാണ് ബസ് സ്റ്റേഷൻ ഉള്ളത്. സോ അർജുൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടേക്ക് പോവാം. സോറി. സോ ഞാൻ കുറച്ച് വീഡിയോസ് മിസ്സായിട്ടോ. സോ ഇത് മക്കാനി മാളിലേക്കുള്ള ഷോർട്ട് കട്ടാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ. സോ അർജുൻ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് അവനെ പിക്ക് ചെയ്യാം. കുട്ടുവിൻ്റെ ബലൂൺ പൊട്ടിട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് ടൈം ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി മക്കാനി മാളിൽ പോകുന്നത്. പക്ഷെ ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നില്ല. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ ഇട്ടില്ല. എനി ഹൗസ് ദിസ് ഇസ് ദ വേ ഞങ്ങളിങ്ങനെ പോകുന്നത്. എന്തായാലും ഇപ്രാവശ്യം എന്തായാലും നമുക്ക് വീഡിയോ ഇടാം. അർജുൻ മാമൻ വന്നിട്ടുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ ആക്കണം എന്നൊക്കെ ഉണ്ട്. എന്താ നിങ്ങൾ ഈ റൂട്ട് കണ്ടില്ലേ? സോ ഇതാണ് കേട്ടോ റൂട്ട്. ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് കാണിച്ചു തരാം. അവിടെ ഒരു മോസ്ക് ഉണ്ട്. അവിടെ. അപ്പോൾ ഇതിൻ്റെ നേരെ ഞങ്ങൾ കുട്ട ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നേരെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള ഷോർട്ട് കട്ടാണ് ഇത്. ഈ ഷോർട്ട് കട്ടൊക്കെ എടുത്തിട്ട് നടന്ന് പോവാണ് കേട്ടോ. ഇവിടെ കൂടുതൽ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ കൂടുതൽ അറബ്സ് ആണ് കേട്ടോ ഉള്ളത്. അതാണ് നിങ്ങൾക്ക് കാണാം. ഇവിടെ കുറേ മലയാളീസ് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു വൈബാണ്. നല്ലൊരു എൻവയൺമെൻറ്റാണ് ഇവിടെ. എപ്പോഴും നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നല്ല സ്ഥലമാണ്. നമുക്ക് ഈവനിങ് വാക്കിനും അങ്ങനെയൊക്കെ പോകാനായിട്ട് പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. ഇന്ന് കുഞ്ഞൻ്റെയും കുട്ടുൻ്റെയും സ്കൂളിൽ എന്താ പറയുക, UAE ഡേ സെലിബ്രേഷനാണ്. അതാണ് കുഞ്ഞൻ്റെ തലയിൽ ഹെയർ ബാൻഡ്സും ഈ മാലയൊക്കെ കാണുന്നത് നിങ്ങൾ. സോ നമ്മൾ അങ്ങനെ നമ്മുടെ ഷോർട്ട് കട്ട് വഴിയിലൂടെ ഈ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടോ. നമ്മളുടെ ഈ ഷോർട്ട് കട്ട് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ മോളിലേക്ക് നമുക്ക് കടക്കാം. ഈ മോളിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ബസ്സിൻ്റെ സ്റ്റേഷനുള്ളത്. അവിടെ അർജുൻ വന്ന് നിൽക്കുന്നുണ്ട്. അവൻ ഇങ്ങോട്ടേക്ക് ശരിക്കും റൂട്ടൊന്നും പ്രോപ്പറായിട്ട് അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒരു ഈവനിങ് വാക്കാവുമല്ലോ, ഞങ്ങൾ അവിടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കുട്ടു നല്ല ഹാപ്പിയാണ്. ഒരു ചൂടും ഇതൊന്നും ഇല്ലാതെ സൂപ്പർ ക്ലൈമറ്റ് ആണ് കേട്ടോ. അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ സൺസെറ്റാണ്. അവിടെ നിറച്ച് കല്ലുകളാണ്. റോഡ് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടന്നു. വെയിറ്റ്, അർജുൻ വരുന്നുണ്ടോ നോക്കാട്ടോ. ഇവിടെ വരാം എന്ന് പറയുന്നുണ്ട്. എത്തുന്നുണ്ട് നമ്മുടെ അർജുൻ എത്തുന്നുണ്ട്. മിസ്റ്റർ അർജുൻ.
ഇതാ കാണുന്നില്ലേ, അർജുൻ ദാ നടന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഇതിൽ കുറേ വീഡിയോസ് എടുത്തതൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് മേർജ് ചെയ്തിട്ട് കുറേ വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ വീഡിയോസൊക്കെ കണ്ട് എൻജോയ് ചെയ്യൂ കേട്ടോ. എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞങ്ങളുടെ ഫണ്ണും എൻ്റർടൈൻമെൻറ്റൊക്കെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ. അബുദാബി മിസ്റ്റർ അർജുൻ. താങ്ക് യു. പുതിയ കോണ്ടന്റ് കിട്ടിയില്ലേ? പുതിയ കണ്ടന്റ്. അർജുൻ്റെ വരവാണ് പുതിയ കണ്ടന്റ്. പഠിക്കാൻ നടക്കണ്ടേ? കൈ പിടിക്കല്ലോ. ഹായ് ഹലോ. ഇപ്പോ ചേച്ചിയുടെ വീട്ടിലോട്ട് നമ്മ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് വഴി. ഷോർട്ട് കട്ടിൽ കൂടി ഒക്കെ പിടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞിട്ട് എങ്ങടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് നോക്കാം എവിടെ ചെന്നെത്തുന്നു. അപ്പൊ ഗൈസ് നമ്മളിപ്പോ തിരിച്ചു പോയോണ്ടിരിക്കാണ്. നമ്മളെ ഷോർട്ട് കട്ട് തന്നെയാ പിന്നെ എടുക്കണം. ഓക്കെ, നമ്മുടെ നാട് പോലില്ലേ. സോ അങ്ങനെ ഞങ്ങൾ നടന്ന് വീട്ടിലോട്ട് എത്തിയിട്ടോ. നമ്മുടെ വാച്ച്മാൻ്റെ മോനാണത്. അപ്പോൾ ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഈ മോൻ എല്ലാവരോടും നല്ല കമ്പനിയാണ് കേട്ടോ. ഓടി വന്ന് എല്ലാവരോടും നല്ല സംസാരം, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഐസ്ക്രീമിൻ്റെ ഒരു വണ്ടി വരും. അത് ഇന്ന് വ്യാഴാഴ്ച അല്ലേ? ഇന്നല്ലേ വ്യാഴാഴ്ച. സോ അങ്ങനെ നമ്മൾ അർജുൻ വന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. സോ ഞാൻ സാലഡും കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ അങ്ങനെ അർജുൻ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങൾ പാർക്കിൽ പോയി. അതിനിടയിൽ ഞങ്ങൾ എന്താ പറയുക, അർജുൻ്റെ സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മോമോസ്. ആ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാട്ടോ. ഞങ്ങൾ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ദാ ഫനൂസ് പാർക്കിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങളിവിടെ പാർക്കിൽ ഷട്ടിൽ കളിക്കാൻ പോകണം കേട്ടോ. സോ നല്ല സുഖമുള്ളൊരു കാലാവസ്ഥ, നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ കളിക്കാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇല്ലേ ഗൈസ്, എങ്ങനെയോ കുറച്ച് വീഡിയോസ് മിസ്സായിട്ടുണ്ട്. എനി ഹൗസ് ഞങ്ങൾ കളിക്കാൻ നോക്കിയിട്ടും ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. നല്ല കാറ്റായിരുന്നു, കോക്കൊക്കെ പറന്നു പോവായിരുന്നു. സോ ഞങ്ങൾ ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. കളിക്കുന്ന കുറച്ച് പാർട്സ് ഓഫ് വീഡിയോസ് ഉണ്ട്. പിന്നെ ഈ വീഡിയോയിൽ കുഞ്ഞൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് കേട്ടോ, ഈ പാർക്കിനെ കുറിച്ച്. ഞാനും ആക്ച്വലി കുഞ്ഞൻ ഈ വീഡിയോ എടുത്തതൊന്നും കണ്ടില്ല. സോ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്തായാലും മോളുടെ ആ വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇവര് ട്രയല് നടക്കാൻ പോണി. ഇവിടെ കാട്ടുണ്ട്, അത് കാരണമാണ് ഇപ്പോൾ പട്ടോന്നറിയില്ല. ബട്ട് ട്രയൽ നടത്താൻ പോണ്. നമുക്ക് നോക്കാം ഇത് നടക്കുമെന്ന്. അമ്മയ്ക്ക് കാണുന്നില്ലെന്ന്. ആക്ച്വലി ഞങ്ങൾ കുറച്ച് നേരം ബാസ്ക്കറ്റ്ബോൾ കോർട്ടിലൊക്കെ കളിച്ചിരുന്നു. അതിൻ്റെ വീഡിയോസ് എടുത്തിരുന്നു, അത് എവിടേക്കോ മിസ്സായി പോയി. ഇവിടെ കുറച്ച് നേരം കളിച്ചു, പക്ഷേ നല്ല കാറ്റായിരുന്നു, അതുകൊണ്ട് കളിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ആക്ച്വലി. സോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിധി വന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ വേറെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പം നമ്മൾ പാർക്കിലെത്തിയിട്ടുണ്ടാവും, പറഞ്ഞതാണ്. അപ്പോൾ ഇനി ഞാനില്ലേ നിങ്ങൾക്ക് ഈ പാർക്ക് മൊത്തം വട്ടം ഇറങ്ങിയിട്ട് കാണിച്ചു തരാൻ കൂടെ കേട്ടാ. നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ സ്റ്റാർട്ട്. ഓക്കെ, ഇവിടെ നിന്ന് വന്നാൽ ഇത് ഇവിടെ ഒരു എൻട്രൻസ് ആണ്. ഇതിൻ്റെ മൊത്തം പൂവൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഇവിടെ നടന്നു പോയാൽ ഇതിങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ്, ഹാർട്ട് ഹാഫ്, അത് നമ്മൾ നടന്നു പോയോണ്ടിരിക്കാറ്. ഇവിടെ കുറേ കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇത് കുറച്ച് റൂൾസ് ഉണ്ട് ഇവിടെ. ഈ റൂൾസ് ഫോളോ ചെയ്യണം. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, എൻട്രൻസിൽ നിന്ന് കയറിയ
ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്ന് കയറിയാൽ നമുക്ക് നേരെ പോവാം. ഈ സൈഡിൽ തിരിച്ചു വരാം. പിന്നെ ആദ്യം നമുക്ക് നേരെ പോവാം. നേരം പോയാൽ ഇവിടെ ഒരു ബാസ്കറ്റ്ബോൾ ഫുട്ബോളൊക്കെ കളിക്കാനുള്ള പ്ലേ ഏരിയ. ഇവിടെ ഇങ്ങനെ കുറച്ച് മരങ്ങളും ഗ്രാസ്. ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലമാണ്. ഇതേ ഈ ഗ്രാസ്. ഇവിടെ നിന്ന് പോയാൽ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. അവിടെ കുറേ ചെടികൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫേക്ക് ഗ്രാസ് ആവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇത്ര അധികം ഗ്രാസ് ഇങ്ങനെ എന്തായാലും ഫേക്ക് ഗ്രാസാണ്. ഓക്കെ, ഇവിടെ കുറേ ട്രീസ് ഉണ്ട്, ഗ്രീൻ ഗ്രീൻ ഗ്രീൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാസ്കറ്റ്ബോളും ഫുട്ബോൾ കോർട്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ മൊത്തം ഏരിയ ആണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല ആൾക്കാരെ. സോ ഇങ്ങനെ നടന്നു പോയാൽ ഇവിടെ 2 വഴികളുണ്ട്. നമ്മൾ ഇവിടെ ഒരു കുഞ്ഞ് ഫൗണ്ടൻ ഉണ്ട്. അതിൽ നിന്ന് ഇത്ര നേരം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. വീഡിയോ തുടങ്ങിയപ്പോൾ എല്ലാം വെള്ളം പോയി. അപ്പോൾ ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെള്ളം. ഇവിടെ നമുക്ക് അത് ബാസ്കറ്റ്ബോൾ കോർട്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ നിന്ന് നടന്ന ഫുട്ബോൾ കോർട്ടാണ്. കണ്ട, അങ്ങോട്ട് കാണില്ലേ നിങ്ങൾക്ക്? ഇവിടെയുണ്ട് വേറെ. ഇങ്ങനെയാണ് ഈ സൈഡിൽ നിന്ന് നടക്കണം. ഇത് കാണിക്കാൻ. ഇനി നമുക്ക് പ്ലേ ഗ്രൗണ്ടിൽ പോവാം, ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ ഇങ്ങനെ പോയാൽ അതേപടി ഇനിയും ഗ്രീൻ ഉണ്ട്. നേരത്തെ കാണിച്ച ഗ്രീൻ തന്നെയാണ് നമ്മുടെ കാണിച്ച. അവിടെ ഒരെണ്ണം ഉള്ളൂ കോർട്ട്. ബാസ്കറ്റ്ബോളും ഫുട്ബോളും കോർട്ടാണ് മാത്രമല്ല ഒരെണ്ണം ഉള്ളൂ ഇങ്ങനത്തെ കോർട്ട്. അല്ലാണ്ട് ബാസ്കറ്റ്ബോൾ 2 ഇല്ല, ഫുട്ബോൾ 2 ഇല്ല. കുഞ്ഞ് പാർക്കാണ്. അപ്പോൾ ഇവിടെ കുറേ മരങ്ങളും സെറ്റിങ്സൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നടന്ന ചിൽഡ്രൻസ് പ്ലേ ഏരിയ. ഞാൻ വരാമല്ലോ ബൈക്കോട്ടെ. ഓക്കെ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ. ഇങ്ങനെ നടന്നാൽ മതി. ഇവിടെ ബൈക്കൊക്കെ ഓടിക്കുക, സ്കേറ്റിങ്ങൊക്കെ ചെയ്യുക. കുറേ കുട്ടികളാണ്. അപ്പോൾ ഇതാണ് പ്ലേ ഏരിയ. പ്ലേ ഏരിയ ഞാൻ മൊത്തം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഇത് മൊത്തം ഇത് മൈക്കാണ്. ഇതിപ്പോൾ ഇതാണ് ഇങ്ങനത്തെ സൈസുള്ളത്. ഇവിടെ വേറെ ഉണ്ട്. അതിവിടെ ഇങ്ങനത്തെ സൈസുള്ളത്. ഇത് അതിൻ്റെ സൈസാണ്. ഇതല്ല ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇതും അതിലേക്കും സംസാരിച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിലേക്ക് സംസാരിച്ചാൽ അതിലേക്ക് കേൾക്കും. ഇത് നടുവിലുള്ളത് ഇങ്ങനെ നടന്നു പോയാൽ എനിക്ക് ഇവിടെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ഇങ്ങനത്തെ ഒരു നാട്ടുണ്ട് ബൈക്കൊക്കെ ഓടിക്കും. അപ്പോൾ 1 2 3 4 5 6 7 8. ഓക്കെ, നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ അർജുൻ മാമനും ആരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ആ കുഞ്ഞൻ്റെ ഡോക്യുമെൻ്ററി കണ്ടില്ലേ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. എന്തായാലും ഞാനിത് ഇവിടെ ഇടാമെന്ന് വിചാരിച്ചു. എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് ലോങ് ആണെന്ന്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ വീഡിയോ ഇവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഒരു മെമ്മറിയായി ഇത് ഇവിടെ എടുക്കുമല്ലോ. പിന്നെ പാർക്കിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂവും നിങ്ങൾക്ക് കിട്ടും. പിന്നെ കുറച്ച് പാർട്സൊന്നും കുഞ്ഞൻ എടുത്തിട്ടില്ല കേട്ടോ. ലൈക്ക് ഇവിടെ ബാർബിക്യൂ ഏരിയാസൊക്കെ ഉണ്ട്. നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും അതേപോലെ തന്നെ ബാർബിക്യൂ ആയിട്ടുള്ള ഏരിയാസും പിന്നെ നമുക്ക് രാത്രിയൊക്കെ വന്നിട്ട് ഇരുന്ന് ഡൈനിങ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ പാർക്കിലില്ലാത്തത് വാഷ്റൂംസ് ആണ് കേട്ടോ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ വാഷിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനും അങ്ങനത്തെ സൗകര്യം ഉണ്ട്. പിന്നെ വെള്ളം കുടിക്കാനായിട്ട് കുറച്ച് ഒരു ഏരിയ ഉണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ ചിലതൊക്കെ മിസ്സായിട്ടുണ്ട്. പിന്നെ ഇവിടെ കളിക്കാൻ ഏരിയാസ് സംഭവങ്ങളൊക്കെ ചെയ്ത് തന്നപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. വീട്ടിൽ നിന്ന് പുറത്ത് പോവാണ് കേട്ടോ. മോമോസൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു.
സോ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. സോ എനിക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ഡ്രസ്സ് എടുക്കണമെന്നുണ്ട്. സോ വി ആർ ഗോയിങ് ഫോർ എ ഷോപ്പിംഗ്. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ഫോർ എ ഷോപ്പിംഗ്. സോ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നിട്ട് വീട്ടിൽ ചായ കുടിച്ച് വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്. ആക്ച്വലി എനിക്ക് എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് മോളിൽ എത്തിയിട്ടോ. നിങ്ങൾക്ക് കാണുന്നില്ലേ ഇവിടെ കംപ്ലീറ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ നാഷണൽ ഡേ ഒക്കെ അല്ലേ, അതുകൊണ്ടാണ് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. മോസ്റ്റ്ലി ഇവിടെ ഈ ഒരു ടൈമിൽ എല്ലാ ഷോപ്പിംഗ് മോൾസും ഇങ്ങനെ നല്ല ഭംഗിയിൽ UAE കളേഴ്സ് വെച്ചിട്ട്, UAE ഫ്ലാഗ് കളേഴ്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുള്ളത് ഇപ്പോൾ ബനിയാസിലുള്ള ഷോപ്പിംഗ് മോളാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് ബ്രാൻഡഡ് സ്റ്റോഴ്സും ഉണ്ട് ഇതിനകത്ത്. കാരിഫോറും മാക്സ്, സ്പ്ലാഷ്, അങ്ങനെ ചില ബ്രാൻഡഡ് സ്റ്റോഴ്സും ഉണ്ട്. എന്തായാലും ബ്രാൻഡ് ഫോർലെസ് അങ്ങനെയൊക്കെ സംഭവങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് ഇവിടെ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോവാം. അധികമൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് ഡ്രസ്സ് വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവും. നാളെ ഞങ്ങൾ ഫുൾ എൻജോയ് ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ് കേട്ടോ. നമ്മളതിന് ഇവിടെ ഒന്നും വന്നിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ ആദ്യമായിട്ടില്ല വരണത്. സോ നിങ്ങൾക്ക് കാണാം ഞങ്ങൾ അകത്തേക്ക് വന്നിട്ടോ. അകത്തും ഇതേപോലെ തന്നെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം 53 എന്ന നമ്പർ. സോ ആക്ച്വലി ഇത് 53rd നാഷണൽ ഡേ സെലിബ്രേഷൻ ഓഫ് UAE ആണ്. അതുകൊണ്ടാണ് 53 നമ്പറൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് ഇവിടെ കണ്ടില്ലേ, UAE ഫ്ലാഗ് കളേഴ്സിൽ കുറേ റിങ്സൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഷോപ്പിംഗ് മോൾ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഇവിടെ ഞങ്ങൾ നടന്ന ഈ വഴികളും ഈ ഷോപ്പിംഗ് മോൾ ഏരിയാസൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം. ബ്രാൻഡ്സ് ഫോർലെസിൻ്റെ കൂടെ അമ്മ ഏരിയ നിൽക്കണൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെ എന്തായാലും ഞാൻ ബർത്ത്ഡേ ഷോപ്പിങ്ങിന് വന്നാലേ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എൻ്റെ ബർത്ത്ഡേ മെമ്മറീസ് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എൻ്റെ ചെറുതിലേ തൊട്ട് എനിക്ക് ബർത്ത്ഡേസ് ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ക്രേസുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് വല്ല ഐറ്റംസിനോട് ക്രേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റായിട്ട് പറയുന്നത് ഡ്രസ്സാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാ ബർത്ത്ഡേക്കും മസ്റ്റായി എടുക്കുന്നതാണ് ഡ്രസ്സസ്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഡ്രസ്സസ് ഇവിടെ ട്രയൽ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ മെമ്മറീസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താ പറയുക, ഞാൻ ചെറുപ്പത്തിലെ ബർത്ത്ഡേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന്, ഞങ്ങളുടെ സ്കൂളും വീടും ഭയങ്കര അടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരും. അപ്പോൾ ബർത്ത്ഡേസ് ആയ സ്പെഷ്യലി വീട്ടിൽ അമ്മ ബിരിയാണിയും അതുപോലെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട്, പിന്നെ കേക്ക് കട്ടിങ്ങും അങ്ങനെ സംഭവങ്ങളൊക്കെ ഈവനിങ് അവരെയൊക്കെ വിളിച്ചിട്ട് ചെറുതിലേ തൊട്ട് അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് വലുതായപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ഒപ്പം ഞങ്ങൾ മൂവീസൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ബർത്ത്ഡേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവീസൊക്കെ കാണാനായിട്ട് അങ്ങനെ പോവും. അങ്ങനെയായിരുന്നു കേട്ടോ. ബർത്ത്ഡേസ് എപ്പോഴും അടിപൊളിയായിരുന്നു അവിടെ ഉള്ളപ്പോൾ. മോസ്റ്റ്ലി ഈവൻ ഞാൻ ഡിഗ്രീസ് ജോയിൻ ആയപ്പോഴും ഫാഷൻ ഡിസൈനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഫ്രണ്ട്സ് എല്ലാം വീട്ടിൽ വന്നിട്ട് ഭയങ്കര അടിപൊളി സെലിബ്രേഷൻസും ആ ഒരു മെമ്മറീസും എപ്പോഴും എൻ്റെ മൈൻഡിൽ അങ്ങനെ കീപ്പപ്പ് ചെയ്യുന്നുണ്ടോ. ഞാൻ ബർത്ത്ഡേ മെമ്മറീസ് ആർ ഓൾവേസ് എവർ ഗ്രീൻ ഫോർ മീ.
സോ ഇന്നത്തെ ഈ ബർത്ത്ഡേ ഇന്നത്തെ ഈ ഷോപ്പിങ്ങും ഇതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ. സോ നിങ്ങൾ ഈ കാണുന്ന ഫയർ വർക്ക്സ് വേറെ എവിടെയല്ല കേട്ടോ, ഞങ്ങളുടെ വില്ലയുടെ ഫ്രണ്ടിലാണ്. സോ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. സോ ഇവിടെ വില്ലയുടെ ഫ്രണ്ടിൽ UAE നാഷണൽ ഡേ സെലിബ്രേഷനായിട്ട് ഫുൾ ഫയർ വർക്ക്സ് ആയിരുന്നു കേട്ടോ. മോസ്റ്റ്ലി ഒരു മോർ ദാൻ 3 minutes ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫയർ വർക്ക്സ് ആണ് കേട്ടോ. സോ അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് ലോങ് ആണ്, പക്ഷേ കുറേ അധികം ഡിഫറെൻറ്റ് കണ്ടൻസും കുറേ ഞങ്ങൾ പോയ സ്ഥലങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോസിൽ ഞങ്ങളുടെ അർജുൻ്റെ മോമോസും പിന്നെ ഞങ്ങൾ പോയ കുറച്ച് സ്ഥലങ്ങളും അങ്ങനെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത മൊമെൻറ്റ്സും ഇതെല്ലാം ഞാൻ ആഡ് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. സോ സ്റ്റേ ട്യൂൺ വിത്ത് അവർ ചാനൽ Morpho Champs, and this is Sridevi signing off with your only channel Morpho Champs. ബൈ ഗൈസ്. എൻ്റെ ഡോക്യുമെൻ്റ് ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം കേട്ടോ.